മോള് ഈ സമയത്ത് ഇവിടെ ഒരു കുട്ടി വരും. നമുക്ക് ആ കുട്ടിയെ ടാർഗറ്റ് ചെയ്യാം. എന്തല്ല മോളെ, പപ്പ കൂട്ടാൻ വന്നില്ലേ? പപ്പേന്റെ ഫ്രണ്ട്സാ. നിങ്ങളിവിടെ ഇല്ലായിരുന്നു, പപ്പയെ കാണാൻ വേണ്ടി വന്നതാ. ഇന്നത്തെ പപ്പന്റെ ഫ്രണ്ട്സിനെ കണ്ടില്ലല്ലോ. ആയിഷു മോളെ, മോളെ എന്താ മോളെ? എന്തിനാ ഒളിച്ചിരിക്കണ ഇവിടെ? ആൾക്കാർ എന്നെ ഫോളോ ചെയ്ത് വന്ന് മോള് പേടിച്ചോയോ? പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വാവാ ഇവിടെ വന്നീണ്. നമുക്ക് മിസ്സായി. നാളെ നമുക്ക് ചെക്കൻ ഇറക്കാം. നാളെ ഓല് പിടിക്കാൻ വരുമോ? മോളെ പപ്പ വേഗം വരും കേട്ടോ. നാളെ നേരത്തെ വരുന്നേ. വീട്ടിലേക്കുള്ള വഴിയൊക്കെ റെഡി ആക്കണം. എനിക്കൊന്നും ഇതില് വരാൻ പേടിയാവുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ, പപ്പ റെഡിയാക്കി തരാട്ടോ. മോളെ പറ്റിയത് പപ്പ വാതിലൊന്ന് അടിക്കേ. വായിലടിക്കുക. പപ്പ അവിടെ അങ്ങനെ രണ്ടാൾക്കാരുണ്ടായിരുന്നു. പപ്പൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പപ്പൻ്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടില്ലല്ലോ പറഞ്ഞിട്ട് ഓളിനെ പിടിക്കാൻ നോക്കിയിട്ട് റബ്ബർ മരത്തിൻ്റെ അവിടെ ഒളിച്ച് നിന്ന് ഓളിനെ തിരിയുമ്പോഴാണ് പപ്പ വന്നേ. പേടിക്കണ്ട കേട്ടോ, പപ്പ ഇനി വേഗം വരണ്ട കേട്ടോ. ഗോവ, ബോംബെ, ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പപ്പ പറയാനും കൂടുതൽ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഐഷുമോളെ, വിദേശ രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലത്തുനിന്നും ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് മാരകമായിട്ടുള്ള ഒരു സാധനം നമ്മുടെ കേരളത്തിലെത്തുന്നുണ്ട്. മോള് രണ്ടാൾക്കാരെ കണ്ടില്ലേ നേരത്തെ? ഈ രണ്ടാൾക്കാർ ഇങ്ങനെ വലിക്കുന്നൊക്കെ കണ്ടില്ലേ? ഓല് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഉപയോഗിച്ചിട്ട് നമ്മളെ പോലത്തെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ മക്കൾക്കൊക്കെ കൊടുക്കും. മുട്ടായി രൂപത്തിലും പല രൂപത്തിലും കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ പല രീതിയിലും മക്കളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ മോള് ഇപ്പോൾ കരാട്ടയ്ക്ക് പോകുന്നില്ലേ, അതേമാതിരി നമ്മൾ സെൽഫ് ഡിഫെക്റ്റ് ചെയ്യണം. നമ്മൾ എന്തിനും ധൈര്യപ്പെടണം. മറ്റുകളെ ഇവർ ചൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഓരോന്ന് കൊടുക്കാൻ വേണ്ടി നോക്കും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പം നമ്മൾ മറ്റുള്ളവർ എന്ത് തന്നു കഴിഞ്ഞാൽ ഒന്നും വാങ്ങരുത്. നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ട് നടക്കണം. ഓക്കെ? അല്ല മോളെ, കാട്ടുകൂടി ഒറ്റക്കൈ വരുന്നേ? എനിക്കൊന്നും പേടിയില്ല, ഞാൻ സീറോ പോകുന്നാറാ. അവിടെ നിക്കി. സ്കൂള് നേരത്തെ വിട്ടോ? ഇപ്പോ പപ്പ വീട്ടിലില്ലേ? ഇത് ചോദിക്കാനൊക്കെ നിങ്ങളാരാ? ഐസ്, ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ സംസാരിക്ക. എന്റെ വീട്ടിലുണ്ടോന്ന് എന്നെ പോലെ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ട കുട്ടികളെ. ഞാൻ എന്റെ പപ്പനെ പറഞ്ഞു കൊടുക്കൂ. ഇനി മോളെ, ഞാൻ പപ്പനോടൊരു മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ പപ്പൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഇന്ന് ഗൾഫിൽ നിന്ന് വന്നതാ, ദുബായിന്ന്. മോക്ക് മുട്ടായി തരാൻ വന്നതാ ഇവിടെ. മുട്ടായോ? പപ്പന്റെ ഫ്രണ്ടാണ് നിങ്ങള്? മോളെ മുട്ടായി. അറാ, എന്റെ പപ്പ വരുന്ന. അയാളെന്താ എനിക്ക് തന്നത്? മുട്ടായി. എന്ത് മുട്ടായി? എന്താ പറഞ്ഞ മോളോട്? പപ്പന്റെ ഫ്രണ്ടാണ്, ഇന്ന് ഗൾഫിന് വന്നിട്ടുള്ളൂ. പപ്പന്റെ ഫ്രണ്ടിനെ മോക്ക് അറിയണല്ലേ? മുട്ടായി രൂപത്തിലും പല രൂപത്തിലും കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് തന്നു കഴിഞ്ഞാൽ ഒന്നും വാങ്ങരുത്. മോള് കഴിച്ചിട്ടില്ലല്ലോ? ഉറപ്പല്ലേ? മുട്ടായി കഴിച്ചിരിക്കണോ? ഇല്ല. പപ്പ ഇന്നലെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ മുട്ടായി തീരെ കഴിച്ചില്ല. ഇവിടെ ഇരിക്കും. പപ്പ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ വന്ന രണ്ടാൾക്കാരാണോ ഇന്ന് പുതിയ ആളാണോ? ഇന്ന് പുതിയ ആളാ. അപ്പൊ ഇന്നലെ വന്ന ആൾക്കാർ വന്നില്ല? മോളൊറ്റയ്ക്ക് വരണ്ട കേട്ടോ. പപ്പ മോളെ സ്കൂളിലേക്ക് വിളിക്കാൻ വേണ്ടി വരാം. പപ്പൻ
എന്തിനാ ടെൻഷൻ ആവുന്നേ? പോലീസുകാർ ഓപ്പറേഷൻ തൂഫാൻ പറഞ്ഞ സാധനമില്ലേ, അത് വെച്ചിട്ട് പോലീസുകാർ എല്ലാവരും പിടിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ സോഫ്റ്റ് ടാർഗറ്റ് നമ്മുടെ കുട്ടികളാണ്. ഓപ്പറേഷൻ തൂഫാൻ്റെ വീഡിയോ ഒക്കെ കണ്ടിക്കണ്. മോളിഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. കാരണം ഇനി സമൂഹത്തിൽ ഇതേമാതിരി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എല്ലാവരും, ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡ്രഗ്സ് കാരണമാണ്. ഇനി ആര് കണ്ടാലും നിങ്ങൾ പേടിക്കണ്ട. ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഇതിലേക്ക് നമ്മളെ ഡീറ്റെയിൽസ് പോലും അവർക്ക് കിട്ടൂല. 2 ആൾക്കാരല്ല, ഇപ്പോൾ ടോട്ടൽ 3 ആൾക്കാരല്ലേ കണ്ടത്. ആ 3 ആൾക്കാരെ ഡീറ്റെയിൽസ് അടക്കം ഓപ്പറേഷൻ തൂഫാനിലെ കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ ഒരു വഴിയിൽ ഇവർ നിൽക്കില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോളി. നമ്മളെ മക്കളെ സേഫ് നമ്മളാണ് നോക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ മക്കളെ സ്വന്തമായിട്ട് എന്തെങ്കിലും കരാട്ട അല്ലെങ്കിൽ മാർഷലോ എന്തെങ്കിലും പഠിപ്പിക്കണം. കാരണം അവരെ ഒറ്റയ്ക്ക് എവിടേക്കും പറഞ്ഞു നിർത്തരുത്. നമ്മളെപ്പോഴും അവരൊപ്പം ഉണ്ടാവണം. അവർക്ക് താങ്ങും തണലായിട്ട് നമ്മളുണ്ടെങ്കിലേ ഉള്ളൂ എപ്പോഴും മക്കൾക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. നിർത്തിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ഒന്നിച്ച് ലഹരി മാഫിയകളുടെ വേരുകൾ അറക്കാം. സ്റ്റീഫൻ ചെയ്യില്ല, നീ ചെയ്യില്ല.